അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാർ. അപ്പച്ചൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ഉലുവയും പിന്നെ കടുകും കൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അത് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ച് ഇനി നമ്മൾ ഈ പാത്രത്തിൽ കുറച്ച് നല്ലെണ്ണ എടുക്കുക. പിന്നെ കുറച്ച് ഉലുവ, കടുക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അപ്പച്ച പറഞ്ഞു ഇത് കേടുകൂടാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് കാരണം. ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യാം. ഈ ക്യാരറ്റ് എന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നാരങ്ങേൻ്റെ പുളിപ്പില്ലേ അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ആഡ് ചെയ്യണത്. ഇതിന് പകരം നിങ്ങൾക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം വേണമെങ്കിൽ ആഡ് ചെയ്ത് പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും നേരത്തെ നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ച് കടുകിൻ്റെ ഉലുവേൻ്റെ പൊടിയും കൂടെ ആഡ് ആക്കിയിട്ട് എന്നിട്ട് മിക്സ് ആക്കി എടുക്കാം. പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മൾ അതിനുള്ളിൽ വെക്കും. നമ്മൾ അതിലൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ശർക്കര. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുളിപ്പ് മാറിയിട്ട് ചെറിയൊരു മധുരം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഇനി അതിന് മേലെ ശകല ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് നമ്മൾക്ക് മിക്സ് ആക്കിയിട്ട് വേവാനായിട്ട് വെക്കാം. വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്വാദിഷ്ടകരമായ അച്ചാർ തയ്യാറായിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാം ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.